എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രമേശൻ നായർ അവരെല്ലാവരെയും കൂടി വീടും പരിസരമൊക്കെ കൊണ്ടു കിടന്ന് കാണിക്കുവാണ്. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാക്കി വെച്ചേക്കുന്ന സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ വീടിരിക്കുന്ന സ്ഥലം ഒരു 3 ഏക്കറുണ്ട്. അതെല്ലാം അത്യാവശ്യം നടന്ന് കാണുന്നു. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു 7 ഏക്കർ കവുങ്ങിൻ തോട്ടമുണ്ട്. അതിനപ്പുറത്ത് ഒരു 9 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അതൊക്കെ വെറുതെ കിടക്കുവാണ്, ടാപ്പ് ചെയ്യുന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുവാണ് ഇവർക്ക് ടൗണിൽ ഒരു 12 റൂം കടമുറികളുണ്ട്, അതിൽ നിന്നും വാടക കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്വത്ത് വിവരങ്ങളൊക്കെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, ആഹാ ഒരു ജമ്മിയാണല്ലോ, ഈ പൈസയൊക്കെ അങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. നേരം അതെല്ലാം ബാക്കി കിടക്കും, ആവശ്യമുള്ളത് എടുക്കും, ബാക്കി അവിടെ കിടക്കുവാണ്. പണ്ടാകുമ്പം കടലാസായിട്ട് കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ അക്കങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പം മനു പറയുന്നുണ്ട്, അങ്ങനെയാ അങ്ങളെ, കുറേ പേരൊക്കെ ഇങ്ങനെ അക്കങ്ങളായിട്ട് ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കും, എന്നിട്ട് ജീവിതം ആസ്വദിക്കുകയില്ല, കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് കുറേ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇല്ലാത്തവർക്ക് ദാനം കൊടുത്ത് ആ സന്തോഷം അനുഭവിച്ച് അതൊന്നുമില്ലാതെ ഒറ്റയടിക്ക് അങ്ങ് മുകളിലേക്ക് പോകുന്നവരും ഉണ്ട് എന്നിങ്ങനെ പറയുമ്പം രമേശൻ നായർ പറയുന്നുണ്ട്, ആ ഗണത്തിൽ എന്നെ പെടുത്തണ്ട, എൻ്റെ ആയ കാലത്ത് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചത്. മൊത്തം 48 ഏക്കർ ഉണ്ടായിരുന്നു, അതിൽ കുറേയൊക്കെ ഞാൻ വിറ്റു, പിന്നെ കുറേ കുടിക്കാനായിട്ട് വിറ്റ് നശിപ്പിച്ചു എൻ്റെ മകൻ, അങ്ങനെയാണ് ഈ ഇത്രയും കുറഞ്ഞു പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലായിടും ചുറ്റിക്കണ്ടതിന് ശേഷം അവർ പോകാനായിട്ട് റെഡിയാവുകയാണ്. എന്നാൽ അങ്ങളെ ഞങ്ങൾ പൊയ്ക്കോട്ടെ, ഇടയ്ക്ക് വിളിക്കാം എന്നൊക്കെ പറയുമ്പോൾ വിളിക്കണം, അതുപോലെ വരികയും ചെയ്യണമെന്ന് പറയുമ്പം അങ്കിളിന് അങ്ങോട്ടും വരാലോ എന്ന് പറയും. അന്നേരം രമേശൻ നായർ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരണം, എങ്കിലല്ലേ എൻ്റെ മകന് മോളെ കാണാൻ പറ്റുള്ളൂ. ഇന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചായിരുന്നോ, മോള് കഞ്ഞി കോരി കൊടുത്തപ്പം അവൻ ഛർദ്ദിച്ചില്ല, നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, ഛർദ്ദിക്കാതെ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടോ, അത് അവൻ്റെ മനസ്സിന് അത്രയും സന്തോഷവും സമാധാനവും ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവർ യാത്രയാവുകയാണ്. എല്ലാവരും യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്നു. അന്നേരം രേവതിക്കുട്ടിയും പോയിട്ട് വരാമെന്ന് പറയുമ്പം പോയിട്ട് വരണം, മോള് പോവാണ് എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പറ്റിയല്ലോ, ഏതായാലും പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട് രമേശൻ നായർ. ഏതായാലും യാത്ര പറഞ്ഞ് എല്ലാവരും പോരുന്നു. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയാണ്. രോഹിത്തിൻ്റെ കൂടെ ഹരിയുണ്ട്. ഹരി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ടടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, ചില അലഞ്ഞ് തിരിഞ്ഞ് കയറി വന്ന പട്ടിയും കോഴിയൊക്കെ ഇല്ലേ, അതുങ്ങൾക്ക് വിഷമം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനാണ് ഇനി ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയുമ്പം ഹരി പറയുവാണ്, എടാ ആർക്കും ഇല്ലാതെ ആക്കി കളയരുത് കേട്ടോ, നല്ല ഒന്നാന്തരം പീസാണ്, പിന്നെ നിൻ്റെ സഹോദരിയായിട്ട് വരികയല്ലേ അവൾ എന്ന് ചോദിക്കുമ്പം രോഹിത്ത് പറയുന്നുണ്ട്, അതൊക്കെ ചുമ്മയാണ്, അച്ഛനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അച്ഛൻ കള്ളത്തരം പറഞ്ഞു, അതെല്ലാവരും വിശ്വസിച്ചു, പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കത്തൊന്നുമില്ല, ഈ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഹരി ചോദിക്കുന്നുണ്ട്, ഇനി എന്താ പ്ലാൻ എന്ന്. അന്നേരം രോഹിത് പറയുന്നത്, എന്ത് പ്ലാൻ, ഏതായാലും അമ്മ ഡിവോഴ്സിന് മൂവ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അമ്മ വീട്ടിലോട്ട് വരികയല്ല, വേറെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കത്തേ ഉള്ളൂ, കൂടെ ഞാനും ബബിതയും ഉറപ്പായിട്ടും പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേക്കും കൂട്ടുകാരെല്ലാവരും കൂടെ വരും കേട്ടോ. അതിനിടയ്ക്ക് ഹരി പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, ഒന്നും നടക്കാതിരിക്കുന്നതൊക്കെ ഭേദമല്ല, ഇങ്ങനെ എന്തെങ്കിലും നടക്കുന്നേ, എങ്കിലല്ലേ ഒരു ത്രില്ലുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കൂട്ടുകാർ വരുന്നത് ടച്ചിങ്സും അതുപോലെ കുപ്പിയൊക്കെ ആയിട്ടാണ്, അതെല്ലാം ഒഴിച്ച് അവർ കഴിക്കാൻ തുടങ്ങുവാണ്. അന്നേരം ഹരി പറയുന്നുണ്ട്, ഇനി കുറച്ച് ദിവസം കഴിയുമ്പം ശരണ്യയുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് നല്ലൊരു ട്രീറ്റ് നമുക്കെല്ലാവർക്കും കൂടെ കൊടുക്കണം എന്ന് പറയുമ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത്, ഗാങ് റേപ്പ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കൂടി ഒരുത്തൻ. അന്നേരം അങ്ങനെയൊന്നുമല്ല, നമ്മളെല്ലാവരും കൂടി ആഘോഷിക്കുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുവാണ്. അന്നേരം അത് അത്ര വെടുപ്പല്ലല്ലോ, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഹരി പറയുന്നുണ്ട്, അവൾ കുറേ നാളായി എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത്, അവൾക്ക് എന്തൊക്കെ ഞാൻ ചെയ്തു കൊടുത്തെന്നറിയോ, ഗോൾഡ്, അതുപോലെ പേഴ്സ്, ഫുഡ്, ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് പൈസ അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഊറ്റിയിട്ടുണ്ട്, കുറഞ്ഞത് ഒരു 1,00,000 രൂപയിലും ഞാൻ അവൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്, അങ്ങനെ അവൾ വഴുതി പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. അന്നേരം എന്താണ് ഉദ്ദേശം എന്ന് വ്യക്തമായിട്ട് പറ എന്ന് അവർ പറയും. അന്നേരം ഹരി പറയുവാണ്, അവിടെ എവിടെയോ ഒരു റബ്ബർ തോട്ടത്തിൽ ഒഴിഞ്ഞൊരു വീടുണ്ട്, അവിടെ വെച്ച് നമുക്ക് ആഘോഷിക്കണം എന്ന് പറയുവാണ്. അപ്പം എല്ലാവരും കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. രോഹിത് ഇതെല്ലാം കേട്ടിങ്ങനെ വെറുതെ കേട്ട് ഇരിക്കുക കേട്ടോ. അന്നേരം കൂടെയുള്ളവർ ഇവനെന്നെ ഒന്നും മിണ്ടാത്തത് എന്ന്. അന്നേരം ഹരി പറയുന്നുണ്ട്, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വരുമോയെന്ന് അറിഞ്ഞാൽ മതി എന്ന്. ഇനി അടുത്ത കുഴിയിലേക്ക് രോഹിത്തിനെ കൊണ്ട് ചാടിക്കാനുള്ള പണിയാണ് ഹരി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് മനുവിനെയും അലീനെയൊക്കെയാണ്. അവർ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് മനു ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ, എനിക്ക് വിശക്കാൻ തുടങ്ങി എന്ന് പറയുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, എനിക്കും വിശന്ന് തുടങ്ങിയായിരുന്നു, അത് നല്ല കാര്യമാണ് എന്ന്.
അന്നേരം രേവതിക്കുട്ടിയും പറയുന്നുണ്ട്, എനിക്കും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു തീറ്റിപ്പണ്ടാരമാണ് എന്ന് ഓർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് എന്ന് പറയുമ്പോൾ ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീനയോട് ചോദിക്കും, നീ എന്താ ഒന്നും മിണ്ടാതിരുന്നേന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ ഞങ്ങളെ പട്ടിണിക്കിടുവോ അതോ എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ എന്നറിയണ്ടേ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാ എന്ന് പറയുമ്പോൾ പരീക്ഷിക്കുമായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം എന്താ നമുക്ക് അവിടെ പോയി കഴിക്കേണ്ടത് എന്ന് ഇവിടുന്ന് തീരുമാനിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് സമയം കളയും എന്ന് ഗ്രേസിയമ്മ പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്കെല്ലാം വേണം, ആ കടയിലെ എല്ലാം വേണമെന്ന് പറഞ്ഞ് ലിസ്റ്റ് എടുക്കുവാണ്. അന്നേരം മനു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈശ്വര അവിടെ പോയതിന് ശേഷം വണ്ടി പണയം വെച്ചിട്ട് നടന്ന് തിരിച്ചു പോരേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. ഏതായാലും അവരൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന കേട്ടോ. വീട്ടിലോട്ട് വരുമ്പോൾ വീണ്ടും ഫ്രണ്ടിൽ തന്നെ ജോസ് കുട്ടി ഇരിപ്പുണ്ട്. അവിടെ കാറില്ല മാമച്ചായൻ്റെ. ഏതായാലും മനു പറയുന്നുണ്ട്, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ എന്ന്. അന്നേരം അലീന പറയും, ഞാൻ ക്ഷീണിച്ചൊന്നുമില്ല, ഒരു 500 കിലോമീറ്റർ കൂടെ ഞാൻ ഇതേ പവറിൽ ഇനി യാത്ര ചെയ്യുമെന്ന് പറയുമ്പോൾ നല്ലല്ലേ എന്ന് പറയുന്നുണ്ട് മനു. ഏതായാലും ഇറങ്ങി കഴിയുമ്പോഴേക്കും ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട് ജോസ് കുട്ടിയോട്, മാമച്ചായൻ എന്ത് ചെയ്യുന്നത്. അന്നേരം ക്ലബ്ബിൽ പോയതാണ് എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, കണ്ടോ നമ്മളില്ലാത്ത സമയം നോക്കി കള്ളു കുടിക്കാൻ പോയത് കണ്ടോ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, എടി അങ്കിള് ഇടയ്ക്കെങ്കിലും പോയി 2 പെഗ് അടിക്കട്ടെ, അതിന് നീ എന്തിനാണ് വെറുതെ ശല്യം ചെയ്യുന്നത്, അങ്ങ് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, മുകളിൽ ചെന്ന് കുടിക്കേണ്ടത് കൂടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് കുടിച്ച് തീർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ അകത്തോട്ട് കയറി പോകുന്നു. അപ്പോൾ 3 പെൺപിള്ളേരല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടി മനുവും കൂടെ ചെല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുവാണ് മനു. അന്നേരം രേവതിക്കുട്ടി പറയും, രേവതിക്കുട്ടിയും ഗ്രേസിയമ്മയും പറയും, കയറിയിരിക്കും, കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് പോയാൽ മതിയെന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, ഇനി ഇരുന്നാൽ ഒരുപാട് വൈകും, അങ്കിൾ വരും, പിന്നെ അങ്കിളിനോട് സംസാരിച്ചിരിക്കും, അപ്പോൾ പിന്നെയും താമസിക്കും, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയുവാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേട്ടൻ ഇരിക്കും, അതെനിക്കറിയാമെന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ പറയുകയില്ല, രാവിലെ തൊട്ട് നമ്മുടെ കൂടെ കൂടിയതല്ലേ, നമ്മൾ എവിടെയൊക്കെ പോയി, ഇനിയെങ്കിലും സ്വതന്ത്രമായിട്ട് വിടണ്ടേ, അതുകൊണ്ട് മനുവേട്ടൻ പോയിക്കോട്ടെ എന്നിങ്ങനെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, മനു ഇങ്ങനെ പറയുവാണ്, ഞങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞു, ഇനി പോയിക്കോട്ടെ എന്നല്ലേ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പം അയ്യോ അങ്ങനെയൊന്നുമല്ല, ഞാൻ മനുവേട്ടന് വേണ്ടിയാണ് സംസാരിച്ചത്, മനുവേട്ടൻ ഒരുപാട് ക്ഷീണിച്ചു, ഇനി പോയി റെസ്റ്റ് എടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരാട്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് മനു ഇറങ്ങി പോരുന്നത്. മനു ഇറങ്ങി പോരുമ്പം അലീന ഇങ്ങനെ നോക്കിയിരിപ്പണ്ടേ. മനു വണ്ടിയെടുത്ത് തിരിച്ചിങ്ങ് പോരുമ്പോൾ ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോരുന്നത്. വിരഹവേദന, ചെറിയൊരു വിഷമമൊക്കെ അലീനയുടെ മുഖത്തുണ്ട്. ഇങ്ങനെ നോക്കി നിൽക്കുവാണ് മനു പോരുന്നത്. പിന്നെ കാണിക്കുന്ന രോഹിത്തിനെയാണ്. രോഹിത്തിന് വണ്ടി തുഴഞ്ഞെന്നുള്ള രീതിയിലാണ് വണ്ടി ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്ന് കാർ പോർച്ചിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതങ്ങ് വെട്ടി താഴെ വീഴാൻ പാകത്തിന് ഒരുവിധം കൊണ്ട് കാർ പോർച്ചിൽ കൊണ്ടുവയ്ക്കും. അതിനുശേഷം അവൻ മദ്യപിച്ചതിൻ്റെ മണമുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കയറി പോരുവാട്ടോ. നീന്തി വീട്ടിലോട്ട് വരുന്നത് പോലെയാണ്, ഭിത്തിയിൽ ഇടിച്ചിടിച്ച് കയറി വരുവാണ്. അതിനിടയ്ക്ക് ഫ്രണ്ട് വന്നിട്ട് ജനലിക്കട് നോക്കുന്നുണ്ട് ആരെങ്കിലും അകത്തുണ്ടോ എന്നൊക്കെ. അത് കഴിഞ്ഞ് കോളിംഗ് ബെൽ അടിച്ചിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും കൃഷ്ണമോള് വന്ന് വാതിൽ തുറക്കുന്നതിന് കൃഷ്ണമോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് അകത്തോട്ട് കയറുന്നത് കാല് തട്ടി വീഴാൻ തുടങ്ങുക. അന്നേരം ആരാടി ഈ പടി ഇവിടെ കൊണ്ടുവച്ചത് എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അയ്യോ പറയാൻ മറന്നുപോയി, ഇപ്പം ഞാൻ പണി തീർത്ത് ഇങ്ങോട്ട് കൊണ്ട് വെച്ചേ ഉള്ളായിരുന്നു എന്ന് പറയുമ്പം നീ എന്നെ മനുഷ്യനെ കളിയാക്കുവാണോ എന്ന് ചോദിക്കും. അന്നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന്. അന്നേരം ഉണ്ട്, എനിക്ക് 10-21 വയസ്സായി, ഞാൻ മദ്യപിച്ചു എന്ന് ഓർത്ത് എന്താ കുഴപ്പം, ഞാൻ ആരുടെയും അടിമയല്ല എന്ന് പറയുമ്പം എങ്കിൽ അച്ഛനിങ്ങ് വരട്ടെ, ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് എന്ന് പറയുക. അന്നേരം അച്ഛനോട് പറഞ്ഞെന്ന് ഓർത്ത് എനിക്കൊരു കുഴപ്പമില്ല, അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് പുല്ലാണ് എന്ന് പറയുവാണ് രോഹിത്. അന്നേരം ഇവരുടെ സംസാരം കേട്ട് മുകളിൽ നിന്ന് ബബിത ഇറങ്ങി വരും. എന്നിട്ട് എന്താ അടി കാര്യം, എന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേ നോക്ക്, എന്തൊക്കെ കോലം കാണണം, വന്ന് നിൽക്കുന്ന കോലം നോക്ക് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, രോഹിത് പറയുവാണ്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കേമമാണ്, ഓരോ ദിവസം ഓരോരുത്തരുടെ ആട്ടമല്ലേ, ഇന്ന് എൻ്റെ ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, അതിപ്പോൾ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് 10-21 വയസ്സായി, പ്രായപൂർത്തിയായി എന്നൊക്കെ പറയുവാണ്. അന്നേരം ദേഷ്യപ്പെട്ട് നിൽക്കുന്ന കൃഷ്ണമോളെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ കൃഷ്ണമോള് അലീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടായിരിക്കണം. ബബിത പറയുന്നുണ്ട്, അവൾ നിനക്ക് എന്തോ കൈവശം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങനെയായി പോയത് എന്ന്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ആ കൈവശത്തെ ഇത്തിരി മിച്ചമുണ്ട്, നിനക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ നീ നിനക്ക് ആര് നോക്കടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവുകയാണ് ബബിത. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബാലേന്ദ്രൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുവാണ് ബബിത. അന്നേരം അലീനയെ പറ്റി കുറ്റം പറയുന്നുണ്ട്. ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അലീന എന്ന് പറയുന്നൊരു സാധനം ഈ വീട്ടിലുണ്ട്, അത് ഞങ്ങളുടെ തലയിൽ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ബാലേന്ദ്രൻ
ബാലേന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മിക്കവാറും അവൾക്ക് വയറ് നിറച്ചുള്ളത് ബാലേന്ദ്രൻ തന്നെ കൊടുത്തോളും. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. മനു പോരുമ്പോഴും അലീനയും കൊണ്ട് പോരാൻ തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് രാവിലെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, റെഡിയായോ നീ എന്നൊക്കെ. അന്നേരം എന്താ മോൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ നീ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും മനു അലീനയും കൂട്ടിയാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന മനു മുത്തശ്ശിയെ കാണാനായിരിക്കണം, വേറെ ആരും കാണാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ മനുവിൻ്റെ വീട്ടിലേക്ക്. മനുവിൻ്റെ വീട്ടിലേക്കാണ് അലീനയും കൊണ്ട് ചെല്ലുന്നത്. ഇറങ്ങി വരുന്നത് അന്നേരം മനു അങ്ങ് ചെല്ലുമ്പം ഇറങ്ങി വരുന്നത് കമലയാണ്. കമല ഇങ്ങനെ ഭദ്രകാളി രൂപത്തിൽ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. മനു കൂളായിട്ട് അലീനയും കൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നുമുണ്ട്. ഇത്രയൊക്കെയാണ് പ്രമോ ആയിട്ടും കാണിച്ചത്.